എല്ലാവരും അവളെ ഒറ്റപ്പെടുത്തുകയാണ് എന്നവൾ മനസ്സിലോർത്തു. അമ്മുവിന് തലയ്ക്കൊരടി കിട്ടിയതുപോലെ തോന്നി. അവൾ മെല്ലെ മെല്ലെ അപ്പു കിടക്കുന്ന റൂം ലക്ഷ്യമിട്ട് നടന്നു. അവിടെ എത്തിയതും അവളുടെ നിയന്ത്രണം കയ്യിൽ നിന്ന് പോയി. അവൾ അവനെ കണ്ടതും വാവിട്ട് കരഞ്ഞു. അവൾ അവൻ്റെ കാലിൽ ചെന്ന് തൊട്ടു. ഈശ്വര, എൻ്റെ അപ്പുവേട്ടനെ പഴയതുപോലെ എനിക്ക് തന്നിരുന്നുവെങ്കിൽ ഞാനാവും ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും പുണ്യം ചെയ്ത പെണ്ണ്. അത്രയും ഉരുകുന്നുണ്ട് ഈ ഉള്ളവള്. എനിക്ക് തന്നൂടെ എൻ്റെ ഏട്ടനെ പഴയതുപോലെ? അതും പറഞ്ഞ് അവൾ വാപൊത്തിക്കൊണ്ട് കരഞ്ഞു. അപ്പുവേട്ടാ, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. എനിക്ക് ഏട്ടനെ അല്ലാതെ ഈ ജന്മം മറ്റൊരാളെയും ഏട്ടൻ്റെ സ്ഥാനത്ത് കാണാനാവില്ല. അതും പറഞ്ഞുകൊണ്ട് അവൾ വിതുമ്പി. അവളുടെ ഹൃദയം നന്നായി മുറിഞ്ഞിരുന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി. ഉണ്ണിയേട്ടനെ വിവാഹം കഴിക്കാൻ എല്ലാവരും നിർബന്ധിക്കുകയാണ്. എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എല്ലാവർക്കും ഇട്ട് തട്ടാനുള്ള പാവയാണോ? അവൾ അവനോട് പരിഭവം പറഞ്ഞുകൊണ്ട് കരഞ്ഞു. അപ്പോഴും അവന് യാതൊരു വ്യത്യാസവും അവൾ കണ്ടില്ല. അപ്പുവേട്ടാ, എൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമാണ്. എനിക്കെൻ്റെ അപ്പുവേട്ടൻ്റെ പെണ്ണായി ജീവിതാവസാനം വരെ ജീവിക്കാനാണ് താല്പര്യം. അതാരും മനസ്സിലാക്കുന്നില്ല. എനിക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. എൻ്റെ ഈശ്വര, അപ്പുവേട്ടനെ പഴയതുപോലെ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു തരികയാണെങ്കിൽ എനിക്ക് ആരുടെ മുന്നിലും കൈകുപ്പേണ്ടി വരില്ലല്ലോ. എന്നെ സഹായിക്കാൻ ഈശ്വരന് മാത്രമേ ഇനി കഴിയുകയുള്ളൂ. ഈശ്വരന്മാരെ, ഈ ഉള്ളവളെ രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് അവൾ വാവിട്ട് കരഞ്ഞു. അമ്മു, ഇനി ഇവിടെ നിന്ന് നീ കരയരുത്. അവൻ്റെ ഒരു കാര്യവും ഇനി നീ ചെയ്യണ്ട. അതും പറഞ്ഞ് ബാലൻ അവളെ അവിടെ നിന്ന് കൈപിടിച്ച് മുറിക്ക് പുറത്തേക്കിറങ്ങി. അച്ഛാ എന്നും വിളിച്ചുകൊണ്ട് അവൾ വാവിട്ട് കരയുകയാണ്. അവളുടെ സങ്കടം കാണാത്തതുപോലെ ബാലൻ നടിച്ചു. റൂമിന് വെളിയിൽ എത്തിയതിന് ശേഷം ബാലൻ അവളുടെ കൈകൾ പതിയെ വിട്ടു. എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, അമ്മു, നീ കരയരുത് മോളെ. നിന്റെ നന്മ മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതും പറഞ്ഞ് ബാലൻ അവളുടെ തോളിലൊന്ന് തട്ടി. അപ്പോഴേക്കും അവളുടെ കരച്ചിൽ കേട്ട് ഉണ്ണിയും സുമയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവളുടെ കരച്ചിലിൻ്റെ ആഴം എല്ലാവർക്കും നല്ലതുപോലെ അറിയാമായിരുന്നുവെങ്കിലും ആരും അത് ഗൗനിക്കാത്തതുപോലെ നടിച്ചു. സുമ പതിയെ അമ്മുവിൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. മോളെ, നീ ഇനി എത്ര കാലം അവനെ ഓർത്തിങ്ങനെ ജീവിക്കും? നിനക്കും വേണം ഒരു ജീവിതവും കുടുംബവുമൊക്കെ. അതുകൊണ്ടാ അച്ഛൻ നിന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്. അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ വെച്ചിട്ടുണ്ട്. അവർ നാളെ വരും. ഇനി മുതൽ മറ്റൊരു ജീവിതമാണ് നിനക്കുള്ളത്. അതും പറഞ്ഞ് സുമ കരഞ്ഞു. ഉണ്ണി നിന്നെ നല്ലതുപോലെ നോക്കും. അവൻ്റെ കൂടെ നിനക്ക് സുഖമായി എന്നും ജീവിക്കാം മോളെ. നിങ്ങൾ രണ്ടുപേരുമെങ്കിലും നല്ലതുപോലെ ജീവിക്കുന്നത് എനിക്ക് കാണണം. കൺകുളിർക്കെ. മോളെ, ഈ വിവാഹം നടന്നില്ലെങ്കിൽ അവൻ്റെയും അമ്മയുടെയും ശവമാവും നീ കാണുന്നത്. അതും പറഞ്ഞ് സുമ അവിടെ ഇരുന്നു. അരുതമ്മ, അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. അതു പറഞ്ഞുകൊണ്ട് അവൾ സുമയുടെ കാലിലേക്ക് വീണു. എങ്കിൽ സത്യം ചെയ്തതാ, നീ ഉണ്ണിയെ വിവാഹം കഴിച്ചോളാമെന്ന്. അതും പറഞ്ഞ് സുമ അവളുടെ കൈകളി അമ്മുവിന് നേരെ നീട്ടി. അല്പം പതർച്ചയോടെയാണ് അവൾ അത് കേട്ടത്. നിനക്ക് ഞങ്ങൾ എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകി. എന്നിട്ടും എന്തേ മോളെ നിനക്ക് സത്യം ചെയ്തു തരാൻ ഇത്ര താമസം? ഞങ്ങൾ ഒരിക്കലും നിന്റെ സന്തോഷത്തിന് എതിർ നിന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ വിവാഹം നിനക്ക് അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിനക്ക് വേണ്ടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. നീ എതിർത്തൊന്നും നിൽക്കില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ മുൻപോട്ട് പോയിരുന്നത്. പക്ഷെ നീ മോളെ, സത്യമായും ഞങ്ങളുടെ ശവമാവും നീ കാണുന്നത്. അതും പറഞ്ഞ് ബാലൻ റൂമിലേക്ക് നടന്നു. ഒരു പതർച്ചയോടെ ആണമ്മു അത് കേട്ടത്. സുമയും ബാലൻ്റെ കൂടെ പോയി. രണ്ടുപേരും അവരുടെ റൂമിലെത്തി. സുമ, നമ്മൾ അവളോട് എത്ര പറഞ്ഞിട്ടും അവൾക്കെന്താ മനസ്സിലാവാത്തത്? ബാലേട്ടൻ കണ്ണീർ തുറച്ചുകൊണ്ട് ചോദിച്ചു. എത്ര പെട്ടെന്ന് വേറെടുത്ത് മാറ്റാനുള്ള ബന്ധമല്ല അവർ രണ്ടുപേരും തമ്മിലുള്ളത്. അത് മനസ്സിലാക്കാൻ നമുക്കാവുന്നില്ല എന്നതാണ് വാസ്തവം. നമ്മൾ അവളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പറയുന്നത്? അതെന്താ അവൾ മനസ്സിലാക്കാത്തത്? പരിഭവം പറയുന്നത് പോലെ ബാലൻ സുമയോട് പറഞ്ഞു. അവൾക്കവനെ ഇത്ര പെട്ടെന്ന് മറക്കാനാവുമായിരിക്കില്ല ബാലേട്ട. നമുക്ക് അവൾക്കല്പം സമയം കൊടുക്കാം. ഏതായാലും ഹോം നേഴ്സ് വരട്ടെ. അവരെത്തിയാൽ പിന്നെ അവളെ അപ്പുവിൻ്റെ അടുത്തേക്ക് വിടണ്ട.
അങ്ങനെ ആവുമ്പോൾ അവൾക്ക് പതിയെ എല്ലാം മറക്കാൻ കഴിയും. അതും പറഞ്ഞ് സുമ അവിടെ നിന്നെഴുന്നേറ്റു. അപ്പോഴേക്കും വാതിൽ തുറന്ന് അമ്മു അകത്തേക്ക് പ്രവേശിച്ചു. പതിഞ്ഞ സ്വരത്തിൽ അവൾ ബാലൻ്റെയും സുമയുടെയും കണ്ണുകളിൽ നോക്കിക്കൊണ്ട് അവൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായി പൊഴിയുന്നുണ്ട്. അത് കേട്ടതും സുമയുടെയും ബാലൻ്റെയും കണ്ണുകൾ തിളങ്ങി. സന്തോഷവും സങ്കടവും അവർക്ക് രണ്ടുപേർക്കും അപ്പോൾ അനുഭവപ്പെട്ടു. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അമ്മു അവിടെ നിന്നു പോയി. അവൾ നേരെ ചെന്നത് പൂജാമുറിയിലേക്കായിരുന്നു. അവിടെ എത്തിയതും അവൾ വാ പൊത്തിക്കൊണ്ട് കരഞ്ഞു. എന്തൊരു പരീക്ഷണമാണിത്! എനിക്ക് അച്ഛനും അമ്മയും അപ്പുവേട്ടനും ഒരുപോലെയാണുള്ളത്. അച്ഛനും അമ്മയും എന്നോട് മരിക്കുമെന്ന് പറയുമ്പോൾ എനിക്കത് കേട്ടു നിൽക്കാനാവുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതമാണെന്ന് പറഞ്ഞത്. ഒരിക്കലും എൻ്റെ അപ്പുവേട്ടൻ്റെ സ്ഥാനത്ത് മറ്റൊരു പുരുഷനെ ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. എന്നോട് എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എനിക്കൊരു സന്തോഷ ജീവിതം എന്താണ് തരാത്തത്? എന്നെല്ലാം പിറുപിറുത്തുകൊണ്ട് അവൾ വാവിട്ട് കരഞ്ഞു. അവിടെ നിന്ന് പതിയെ അവൾ റൂമിലേക്ക് നടന്നു. ഇടയ്ക്കെപ്പോഴോ അവളും അപ്പുവും എടുത്ത ഫോട്ടോ നോക്കി അവൾ പൊട്ടിക്കരഞ്ഞു.